ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് 2024 ജനുവരിയിൽ വാങ്ങിക്കാൻ പറ്റിയ 10,000 രൂപയുടെ ഉള്ളിൽ നിൽക്കുന്ന 5G സ്മാർട്ട് ഫോണുകളാണ്. ഇപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ പുതിയൊരു ചാനലാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഏറ്റവും സൂപ്പറായിട്ട് നമ്പർ 1 നിൽക്കുന്ന ഫോണാണ് മോട്ടോറോള മോട്ടോ G34 5G. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് V14 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്നാപ്ഡ്രാഗൺ 695 പ്രോസസ്സർ, 6.5 ഇഞ്ച് LCD ഡിസ്പ്ലേ, 120 Hz റിഫ്രഷിംഗ് റേറ്റ്, 8GB റാം, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും, അത് സ്റ്റോറേജ് 1TB വരെ എക്സ്പാൻഡബിളുമാണ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. റിയർ ക്യാമറയിൽ വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, അതിൽ തന്നെ 8x ഡിജിറ്റൽ സൂമും അവൈലബിൾ ആണ്. 2 മെഗാ പിക്സലിൻ്റെ മറ്റൊരു ക്യാമറയും, പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുമ്പോൾ 16 മെഗാ പിക്സലാണ് വരുന്നത്. 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും, 20 വാട്ട് ടർബോ പവർ ചാർജിങ്ങും, ടൈപ്പ് സി USB ചാർജിങ് പോർട്ട്, അതുപോലെ ഡ്യുവൽ സിം നാനോ, അതിൽ സിം 2 ഹൈബ്രിഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഭാഗം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 10,999 രൂപയാണ്. പക്ഷേ ഓഫറുകൾക്കെല്ലാം ശേഷം പല സൈറ്റുകളിലും ഒരു 10 രൂപ 10K റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. നമ്മുടെ ലിസ്റ്റിൽ വരുന്ന രണ്ടാമത്തെ ഫോണാണ് പോക്കോ M6 Pro. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് V13 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്നാപ്ഡ്രാഗൺ 4 Gen 2 പ്രോസസ്സർ, 6.7 ഇഞ്ച് LCD ഡിസ്പ്ലേ, 90 Hz റിഫ്രഷിംഗ് റേറ്റ്, 4GB റാം, 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതുപോലെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിലും ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ, അതിൽ തന്നെ 10x ഡിജിറ്റൽ സൂം അവൈലബിൾ ആണ്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും റിയർ ക്യാമറയിൽ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലാണ് വരുന്നത്. 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പും, അതുപോലെ തന്നെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ടൈപ്പ് സി USB ചാർജിങ് പോർട്ട്, ഡ്യുവൽ സിം നാനോ, അതിൽ സിം 2 ഹൈബ്രിഡും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഇതും ഏതാണ്ട് 10,999 രൂപ റേഞ്ചിൽ ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിൾ ആണ്. ഡിസ്കൗണ്ടുകൾക്ക് ശേഷം ഏതാണ്ട് 10 രൂപ റേഞ്ചിലും ഇത് ചില സൈറ്റുകളിൽ ലഭ്യമാണ്. നമ്മുടെ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ ഫോണാണ് റെഡ്മി 13C 5G. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് V13 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മീഡിയാടെക് ഡിമെൻസിറ്റി 6100 പ്രോസസ്സർ, 4GB റാം, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അത് 1TB വരെ എക്സ്പാൻഡബിളുമാണ്. 6.74 ഇഞ്ച് LCD ഡിസ്പ്ലേ, 90 Hz റിഫ്രഷിംഗ് റേറ്റ്, 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, ഇതിലും 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണ്. ഡ്യുവൽ സിം നാനോ, അതുപോലെ ടൈപ്പ് സി USB ചാർജിങ് പോർട്ട്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിലും ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. റിയർ ക്യാമറയിൽ 50 മെഗാ പിക്സലിൻ്റെ, പിന്നെ 0.8 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, അങ്ങനെ 2 ക്യാമറകളാണ് റിയർ ക്യാമറയിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ 5 മെഗാ പിക്സലാണ്. ഇതിൻ്റെ വില ഭാഗം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 10,499 രൂപയാണ്. പിന്നെ ചില സൈറ്റുകളിൽ ഓഫറുകൾക്ക് ശേഷം 10 രൂപയിൽ താഴെയും ഈ ഫോൺ അവൈലബിൾ ആണ്. നമ്മുടെ ലിസ്റ്റിലുള്ള നാലാമത്തെ ഫോണാണ് ലാവ ബ്ലേസ് 2 5G. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് V13 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മീഡിയാടെക് ഡിമെൻസിറ്റി 6020 പ്രോസസ്സർ, 6.5 ഇഞ്ച് LCD ഡിസ്പ്ലേ, 90 Hz റിഫ്രഷിംഗ് റേറ്റ്, 4GB റാം, 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അത് 1TB വരെ എക്സ്പാൻഡബിൾ ആണ്. 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ടൈപ്പ് സി USB ചാർജിങ് പോർട്ട്, ഡ്യുവൽ സിം നാനോ. പിന്നെ ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിലും ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, പിന്നെ 0.08 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് ക്യാമറ, അങ്ങനെ 2 ക്യാമറകളാണ് റിയർ ക്യാമറയിൽ വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലാണ്. ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 9,999 രൂപയാണ്. അതുപോലെ ഓഫറുകൾക്ക് ശേഷം ഇതിലും താഴെ റേഞ്ചിലും ഈ ഫോൺ അവൈലബിൾ ആണ്. നമ്മുടെ ലിസ്റ്റിലുള്ള അഞ്ചാമത്തെ ഫോണാണ് ഐറ്റൽ P55 5G.
ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇത് ആൻഡ്രോയിഡ് V13 ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, MediaTek Dimensity 6080 പ്രോസസ്സർ, 4GB RAM, 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, 1TB വരെ എക്സ്പാൻഡബിൾ ആണ്. ക്യാമറ ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിലും ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്, 50 മെഗാ പിക്സൽ, അതിൽ തന്നെ 10x ഡിജിറ്റൽ സൂമും അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലാണ് വരുന്നത്. 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, ഡ്യുവൽ സിം നാനോ, ടൈപ്പ് സി USB ചാർജിങ് പോർട്ട്, ഇതൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഇതും 9999 രൂപയാണ്. പല ഓഫറുകൾക്ക് ശേഷം ഇതിലും താഴെയും ഓൺലൈൻ സൈറ്റുകളിൽ ലഭ്യമാണ്. ഇപ്പോൾ നമ്മളീ പറഞ്ഞ ഫോണുകളെല്ലാം 5G ഫോണുകളാണ്. 10000 രൂപയ്ക്ക് താഴെ മാർക്കറ്റിൽ ലഭ്യമായ ഫോണുകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.